നമ്മള് എന്താണ് ബുക്സ് എല്ലാം പൊതിഞ്ഞ് കവർ ചെയ്യാൻ പോണേട്ടോ. അപ്പൊ നമുക്ക് ബാക്ക് ടു സ്കൂളിൽ പോകാൻ ആവശ്യമുള്ള ബുക്സ് എല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കണം. നോട്ടും ടെക്സ്റ്റൊക്കെ നമുക്ക് പൊതിയാനുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ടെക്സ്റ്റ് സ്കൂളിൽ സ്റ്റോക്ക് വന്നിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നോട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇത് കാക്കാന്റെ ബുക്സ് ആണ്. ഇത് എന്താണ് എന്റെ ബുക്കിൽ കവറും കേൾക്കാണ്ടുള്ളത് കാക്കാടെ പിന്നെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു പുറത്തുനിന്നല്ല ടിക്കാക്കൾക്ക്. ഇതാണ് കാക്കാടെ ബുക്ക്. ഇതിന്റെ കുറെ വെറൈറ്റി ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്, പേജ് വരയില്ലാത്തത് അങ്ങനത്തെയൊക്കെ ഉണ്ട്. എന്റെ ബുക്കിന്റെ അടിയിലാണ് എന്റെ ഇതിന്ന് ബുക്ക് എടുത്തത്. നമുക്ക് എല്ലാം സെറ്റാക്കാം. പിന്നെ ഞാൻ തന്നെ ഫുള്ള് ഇങ്ങനെ പൊതിയൊന്നും ഇല്ല കേട്ടോ. റോളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങനെയൊക്കെ പൊതിയൊന്നും ഇല്ല. ഇക്കാകിയ ഉണ്ണിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് പൊതിയാനത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഇതേ എന്റെ ബുക്സ് എല്ലാം സെറ്റാണ്. പിന്നെ സിസേഴ്സും എന്താണ് സ്റ്റാപ്ലറും പിന്നെ അതിന്റെ പിൻസൊക്കെ ഇവിടെ സെറ്റാണ്. നമുക്ക് എന്താണ് ആദ്യം ഇതിന്റെ കവറൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കവർ പൊട്ടിക്കാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നീ വാ. അടുത്ത് പൊട്ടിച്ച് ഇനി നല്ല രസം ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കാൻ. എന്റെ ബുക്സ് ആണിത്. അപ്പോൾ ഇത് ഒരു ബണ്ടിൽ ഓഫ് ബുക്കാണ്. ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി വലിയ ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ അല്ലാത്തത് ഞാൻ ചെറിയ ചെറിയ നോട്ട് ബുക്സ് ഇല്ല കണ്ടിരുന്നതാണ്. ഇതൊരു ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്നും പറയാനില്ല. എല്ലാ ബുക്കും എന്തായാലും പൊട്ടിയാണ് നമുക്ക്. ഓർമ്മ പൊട്ടിച്ചാൽ ഞാൻ പൊട്ടിക്കാൻ ഓക്കെ. ഞാൻ അടുത്തേക്ക് പൊട്ടിക്കാൻ പോണേ. നല്ല ശബ്ദമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ഇതിന്റെ സ്റ്റിക്കർ പൊളിച്ചെടുക്കണം കേട്ടോ. എനിക്ക് പൊളിക്കാൻ പറ്റില്ല. ആ സ്റ്റിക്കർ അതേപാടെ തന്നെ പൊളിഞ്ഞോണം. ഞാൻ ബുക്കെല്ലാം ഇവിടെ സെറ്റ് ആക്കി നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. ഡോംസിന്റെ ബുക്കാണ് ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ നമ്മള് എന്താണ് ഇവിടെ ബുക്കെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിയാൻ തുടങ്ങണം. അത്രയും ഭാഗം പിങ്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ പിന്നെ ബുക്കെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ എന്തായാലും സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ പാർട്ട് 1 to 2 അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ഇട്ട്. അപ്പൊ പിന്നെ ഇതായിട്ട് നമുക്ക് ഉറക്കുണ്ടല്ലോ. നമുക്ക് എന്താ ബുക്ക് പൊതിയാനതും ബാഗിലേക്ക് സെറ്റാക്കുന്നത് പ്രിപ്പറേഷൻ ഒക്കെ പഠിക്കുക. മാത്രമല്ല എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ബുക്കാണ് ഞാൻ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ ചതച്ചും കൊടുക്കും. ആദ്യം നമുക്ക് ഒരു റോൾ എടുക്കാതെ തീരെയാണെങ്കിൽ നമുക്ക് ഈ 3 റോൾ. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കൂടി വരാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കൂടി ഒക്കെ പൊതിയാൻ നമുക്ക് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഇവിടെ ബുക്ക് പൊതിയാൻ വേണ്ടി പോണേന്. അപ്പോൾ എന്റെ ബുക്ക് മാത്രമല്ല കാക്കയുടെ ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. കാക്കയുടെ ഇതിലുണ്ട് കേട്ടോ. ഇതിൽ നോട്ട് ബുക്സ് ആണ്. പിന്നെ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്ക് 12 മണിയാണെങ്കിൽ മുമ്പ് ഇത് തീരൂല. അപ്പോഴത്തേക്കും നമുക്ക് ഉണ്ണീനെയും കൂടി വിളിക്കാം. ഉമ്മ അത് എനിക്കിത് പൊതിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പൊതിയാക്കാം. അങ്ങനെ ദേ ഉമ്മയും കൂടിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താണ് ഇവിടെ ഇരുന്ന് ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബുക്ക് പൊതിയണില്ല, ഞാൻ പൊതിഞ്ഞാൽ എന്തായാലും കൊള്ളാമെന്നറിയാം. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് റോളറൊക്കെ വെട്ടി കൊടുക്കണമായിരുന്നു. ഇക്കാക്ക പൊതിയും സ്റ്റാപ്ലറൊക്കെ അടിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കി തന്നെ ഒരു ബ്രൗൺ പേപ്പറില്ല, അത് വെച്ചിട്ട് കയ്യിലിങ്ങനെ കുറച്ച് നെയിൽ പോലെയൊക്കെ വെറുതെ കോണൊക്കെ ആക്കി ഉണ്ടാക്കിയിട്ടാണ് വെറുതെ ബോറടിച്ചിരിക്കണമായിരുന്നു ഞാൻ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കണമായിരുന്നു. ഇക്കാക്കയാണെങ്കിൽ അവിടെ ഇരുന്ന് സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ഇത്രയും ബുക്സ് ഞങ്ങൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്നിനും സ്റ്റാപ്ലർ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക പിന്നൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഫോട്ടോ ചാനൽ നെയിമും ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കപ്പോൾ ഒട്ടിച്ച് തുടങ്ങാം. ആദ്യം പേജ് ഇറക്കാനാണ്. ഓക്കെ,
ഇത് സ്റ്റാപ്ലർ ചെയ്തിട്ടില്ല. ഇതും ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് വന്നുണ്ട്. പിന്നെ എനിക്ക് എന്താണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബുക്സ് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. അതാണ് ഈ ഒറ്റൊരു റഫ് മതി. റഫ് ഞാൻ പൊതിഞ്ഞിട്ടില്ല, റഫ് പൊതിഞ്ഞെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനൊരു റഫ് ബുക്ക് പൗച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പൗച്ചിൻ്റെ അകത്ത് സാധനങ്ങൾ സെറ്റ് ആക്കാം. ഓ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഉള്ള സ്റ്റിക്കർ നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ പോകണം കേട്ടോ ഫ്രണ്ട്സ്. ആ പശ പോണേനും പൊട്ടിക്ക്. യെസ്, അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരോ നെയിം സ്ലിപ്പ് അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് എൻ്റെ എല്ലാ ബുക്കിലും ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ബുക്ക് തുറന്ന് ഇൻഡെക്സ് കറക്റ്റാണോ നോക്കിയിട്ടാണ് ഒട്ടിക്കണം. ഇല്ലെങ്കിൽ ബുക്കിൻ്റെ അപ്പുറത്ത് ബാക്ക് വശത്തൊക്കെ കൊണ്ടുപോയി ഒട്ടിക്കും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തന്നെ ഓരോരോ നല്ല കറക്റ്റിൽ ഇങ്ങനെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എൻ്റെ ഫോട്ടോവും ചാനൽ നെയിമൊക്കെ ഉള്ള ഒരു നെയിം സ്ലിപ്പ് ഒട്ടിക്കണത്. നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ നോട്ട്ബുക്സും ഇവിടെ ഫുള്ള് കവർ ചെയ്ത് നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എന്താണ് എനിക്ക് പൗച്ചിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ പൗച്ചിൽ 3 സിബ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സിബിൽ തന്നെ ഞാനൊരു ക്രയോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ പിന്നെ ഫസ്റ്റ് ഡേ എന്തായാലും നമ്മളെ കൊണ്ടൊന്നും എഴുതിപ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല, പഠിപ്പിക്കുകയൊന്നുമില്ലല്ലോ. അത് കാരണം ഇതൊന്നും കൊണ്ടുപോയിട്ട് വല്ല കാര്യമില്ല, എന്നാലും വെറുതെ ഒന്നും ഇരിക്കട്ടെ. ഞാൻ എന്തായാലും ഒരു റഫും പൗച്ചും എടുക്കണ്ട കേട്ടോ. റഫിൽ പിന്നെ ഞാൻ കവർ ചെയ്തിട്ടില്ല, എന്താ വെച്ചാൽ എനിക്ക് റഫ് അങ്ങനെ കവർ ചെയ്യുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇറേസർ, ഷാർപ്നർ, സ്കെയിൽ, പെന്ന്, പെൻസിൽ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇക്കാക്കിയാണ് എനിക്ക് എല്ലാം എടുത്തു തന്നത്. ഞാനാണ് ഓരോരോ സിബിലേക്കാക്കി വച്ചുകൊണ്ടിരിക്കണത്. പിന്നെ ഞാൻ കുറച്ച് ടേപ്പ് ഇങ്ങനെ ഈ ഫിഷിൻ്റെ പെന്നില്ല, ഇതൊക്കെ ഞാൻ എടുത്ത് വെറുതെ വെക്കണ്ടിട്ട്. ഇതൊന്നും എനിക്ക് പിന്നെ ഈ ഫിഷിൻ്റെ പെന്നൊന്നും എനിക്ക് അതിന് യൂസ് ചെയ്യാൻ തോന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അത് ഞാൻ വെറുതെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഒരു കീ ചെയിൻ ഇല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പോപ്പിറ്റിൻ്റെ കീ ചെയിൻ, അത് ഞാൻ ഒന്നല്ലെങ്കിൽ ബാഗിൽ സിബി തൂക്കാം അല്ലെങ്കിൽ പൗച്ചി തൂക്കാമെന്നാണ് വിചാരിക്കണം. അങ്ങനെ കൺഫ്യൂഷൻ ചെയ്ത് എന്നാണ് പിന്നെ ഞാൻ ഉറപ്പിച്ച് ഇത് പൗച്ചിലെ സിബി തന്നെ തൂക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ കാക്ക എനിക്ക് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പൗച്ചിലെ ആ ഒരു സിബിൽ കൊണ്ടുവന്ന് നമ്മുടെ പോപ്പിറ്റിൻ്റെ കീ ചെയിൻ തൂക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ബാഗ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് തന്നെയാണ് ഈ പ്രാവശ്യം യൂസ് ചെയ്യണത്. അതിന് ഇപ്പോഴും നല്ല പുതിയ പോലെ തന്നെയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇക്കാക്കി അത് ഇക്കാക്കാടെ അതെ കേട്ടോ. അപ്പോൾ നല്ല ബാഗാണ്, അതാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ബാഗ് പുതിയത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരു നെയിം സ്ലിപ്പ് എടുത്ത് എൻ്റെ ഫയലിലേക്ക് ഒട്ടിക്കാണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും ഇക്കാക്കാടെയും ഫയൽ ഒരേ ഫയലാണ്, ഒരേ ടൈപ്പ് ഫയലാണ് കേട്ടോ. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫയലിൽ എൻ്റെ ഫോട്ടോവും ചാനൽ നെയിമൊക്കെ ഉള്ള ഒരു നെയിം സ്ലിപ്പ് ഒട്ടിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ നോട്ട്ബുക്സിൽ പേരൊന്നും എഴുതിയിട്ടില്ല. ഇപ്പം തന്നെ എഴുതിയാൽ ഏതാണ് സബ്ജക്റ്റ് എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആവട്ടെ. നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാനത് ഓരോരോ ക്ലാസ് എടുക്കുന്നതോടെ എഴുതാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കണേണ്. അങ്ങനെ എൻ്റെ ഫയലിലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൗച്ചും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റഫ് ബുക്കും. പിന്നെ ഇത് നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് ബാഗിലേക്ക് വെക്കണം. അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച ഉണ്ട് സ്കൂൾ തുറക്കണേ. എനിക്കെന്നല്ല നമുക്ക് എല്ലാവർക്കും തിങ്കളാഴ്ച എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇക്കാക്കക്ക് 10th ആണ് നേരത്തെ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തിങ്കളാഴ്ചയാണ് തുറക്കണത്. ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് ശനിയാഴ്ച ഉണ്ട്. അപ്പോൾ ഇനി എനിക്കൊരു ദിവസം ഉണ്ട്. അപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് അന്നത്തെ ആ ദിവസം ബാക്ക് ടു സ്കൂൾ വീഡിയോയിൽ ഞാൻ എന്തായാലും എല്ലാം കാണിക്കാട്ടെ. അപ്പോൾ വാട്ടർ ബോട്ടിലിൽ നമുക്കിനി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വാട്ടർ ബോട്ടിലിൽ ഒത്തിരി വെള്ളം കൊണ്ടുപോകും. പിന്നെ നമ്മുടെ പൗച്ച്, റഫ് ബുക്ക് അത്രയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിലൊന്നും നമ്മൾ നിറച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാർഡ് കണ്ടിത് എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് 6th സ്റ്റാൻഡേർഡിൽ വെച്ച് എൻ്റെ ഫത്യ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് തന്നാണ് കേട്ടോ. അതിൻ്റെ അപ്പം ഗിഫ്റ്റ് ഉണ്ടാകുന്ന ഗിഫ്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ കാർഡ് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ അതെൻ്റെ ആ പെട്ടിയിൽ നിന്ന് ഇക്കാക്ക് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാഗിലേക്ക് ഇനി ഞാൻ ഇവിടെ ബുക്ക് വെക്കാൻ പോകണേ കേട്ടോ. നമ്മുടെ റഫ് ബുക്ക്, നോട്ട് ബുക്ക് ഒന്നും പിന്നെ ആവശ്യമില്ലല്ലോ ഇപ്പോൾ. പിന്നെ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടില്ല.
അപ്പോൾ അത് കിട്ടിയിട്ട് വേണം അതൊക്കെ ഇരുന്ന് പൊതിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പൗച്ച് വെച്ച് സാധാരണ ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഒരു കുഞ്ഞ് സിബിൽ അതിലാണ് ഞാൻ ബോക്സ് പൗച്ചൊക്കെ വെക്കാറ്. ഈ പ്രാവശ്യം ഞാൻ വലിയ സിബിലാണ് കേട്ടോ വെച്ചത്. എന്ന് വെച്ചാൽ പൗച്ച് ഇത്തിരി വലുതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ വാട്ടർ ബോട്ടിൽ ഞാനിപ്പോൾ ബാഗിൽ വെക്കാനുള്ള കേട്ടോ. അത് നമുക്ക് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ നിറച്ച് ബാഗിലേക്ക് വെക്കാം കേട്ടോ. പോയി ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു ബാഗ് പ്രിപ്പറേഷൻ വീഡിയോ കേട്ടോ. പോയി ബാക്ക് ടു സ്കൂൾ വീഡിയോസൊക്കെ ഇനി വരും. അപ്പോൾ അതെല്ലാവരും കാണണേ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം.